സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ചാവുകടൽ. ടൗൺ ഹാളിൽ നടക്കാനിരുന്ന പ്രോഗ്രാം അലങ്കോലപ്പെട്ടതിൻ്റെയും തിക്കിലും തിരക്കിലും പെട്ട് 20ഓളം പേർക്ക് പരിക്ക് പറ്റിയതിൻ്റെയും കാരണം അന്വേഷിക്കാനായി പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം കാണാൻ എത്തിയവരിൽ പലരെയും ചോദ്യം ചെയ്തു. ടൗൺ ഹാളിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ട പാമ്പുകളാണ് പരിഭ്രാന്തി പരത്തിയതെന്നും അതിനെ തുടർന്നുണ്ടായ ബഹളത്തിലാണ് ആളുകൾ നാലുപാടും ഓടിയതെന്നും തിക്കിലും തിരക്കിലും പെട്ടതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തീർച്ചപ്പെട്ടു. പാമ്പുകൾ എവിടെ നിന്ന് വന്നുവെന്ന് മാത്രം ഒരു തെളിവുമില്ല. ശൗര്യക്കുട്ടിയെ ടൗണിൽ വെച്ച് പലരും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ശൗര്യക്കുട്ടിയുടെ കൈവശം ഒരു കീ ചെയിൻ അല്ലാതെ മറ്റൊരു വസ്തുവും ഉണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകി. മാത്രമല്ല, ശൗര്യക്കുട്ടി സന്നിഹിതനായിരുന്ന ഭാഗത്തു നിന്നല്ല പാമ്പ് ഭീഷണി ഉണ്ടായത്. ഹാളിൻ്റെ മധ്യഭാഗത്തെ പാസേജിലായിരുന്നു ആദ്യം പാമ്പ് പ്രത്യക്ഷപ്പെട്ടത്. ആരോ പാമ്പ് എന്ന് വിളിച്ചു പറഞ്ഞതോടെ ആളുകൾ പരിഭ്രാന്തരായി. എല്ലാവരും കസേരകളിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോഴേക്ക് 4-5 പാമ്പുകൾ കൂടി കസേരകൾക്ക് കീഴിലൂടെ പാസേജിലേക്ക് ഇഴഞ്ഞിറങ്ങി. അതോടെ ജനം കസേര വിട്ടെഴുന്നേറ്റ് പരക്കം പാഞ്ഞു. പലരും കസേരകൾ തട്ടിമറിച്ചുകൊണ്ട് ഓടി. മറിഞ്ഞ കസേരകൾ തട്ടിത്തടഞ്ഞ് പലരും വീണു. അതിനിടയിൽ കറണ്ട് പോവുകയും ചെയ്തു. പവർ കട്ട് കൊണ്ടല്ല കറണ്ട് പോയതെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഫ്യൂസ് കത്തിപ്പോയ നിലയിൽ കണ്ടെത്തി. സംഭവം അട്ടിമറിയാണെന്ന് വ്യക്തമായെങ്കിലും ആരാണ് അത് ചെയ്തത് എന്നതിന് യാതൊരു തെളിവും ലഭിച്ചില്ല. ഒരുപക്ഷേ ശൗര്യക്കുട്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയായിരിക്കാം എന്ന് അനുമാനിക്കുകയല്ലാതെ ഒന്നും നിശ്ചയിച്ചുറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. ബീച്ച് പോലീസ് ശൗര്യക്കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്തു. ശൗര്യക്കുട്ടി ടൗണിലേക്ക് വന്നു ചേർന്ന സമയവും ഇരുന്ന സ്ഥലവും കണ്ട കാര്യങ്ങളും കൃത്യമായി പറഞ്ഞു. ശൗര്യക്കുട്ടിയുടെ ഇരിപ്പിടത്തിന് സമീപത്തുള്ള കസേരകളിൽ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. പാമ്പിനെ കണ്ട സ്ഥലവും ശൗര്യക്കുട്ടിയുടെ ഇരിപ്പിടവും തമ്മിൽ 25 അടിയോളം അകലമുണ്ടായിരുന്നു. പാമ്പുകൾ പ്രത്യക്ഷപ്പെട്ട ശേഷവും ശൗര്യക്കുട്ടി ഇരുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. ബീച്ച് സ്റ്റേഷനിലെ SIയോട് മാരാരിക്കുളം CI എബ്രാഹിം മാത്യു ഉറപ്പായി പറഞ്ഞു. അവനാണ് സൂത്രധാരൻ. അവനെല്ലാം പ്ലാൻ ചെയ്തു. ഒന്നുകിൽ അവൻ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ടീമിലുള്ള മറ്റാരെങ്കിലും ചെയ്തു. പക്ഷേ തെളിവില്ല. ആരെയും പിടികിട്ടിയില്ല. ശൗര്യക്കുട്ടിയാണെങ്കിൽ ചോദ്യം ചെയ്യലിൽ മനസ്സിടിയുന്നവനുമല്ല. എന്നാൽ അറക്കൽ ചാർലിക്കോ കാരക്കാട്ട് സൈമൺ തരകനോ ശൗര്യയാണ് ആസൂത്രകൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അറക്കൽ ചാർലിയും സൈമൺ തരകനും ഒത്തുകൂടി. പോലീസ് വിചാരിച്ചാൽ അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ചാർലി പറഞ്ഞു, എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. ചാർലി തീരുമാനിച്ചോ? ഞാൻ എന്തിനും തയ്യാറാ. അവനെ തല്ലണോ? തല്ലാം. കൈയും കാലും തല്ലി ഒടിച്ചിട്ടാ മതിയോ? അങ്ങനെ ചെയ്യാം. കൊല്ലണോ? പറഞ്ഞാൽ മതി. അതിനും എനിക്ക് മടിയില്ല. നോവിച്ചു വിട്ട അപകടമാ. മനസ്സിൽ പകയുള്ളവനാ. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. അതാ നല്ലത്. അവൻ എൻ്റെ മോളുടെ ദേഹത്ത് കൈ വെച്ചവനാ. അവളെയും എന്നെയും അപമാനിക്കാൻ വേണ്ടി അവൻ കരുതി കൂട്ടി ചെയ്തതാ എല്ലാം. എൻ്റെ മോളെ തൊട്ടവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ചാർലി ഒടുങ്ങാത്ത പകയോടെ പറഞ്ഞു. സൈമൺ തരകൻ പല ഉപായങ്ങളും പറഞ്ഞെങ്കിലും ചാർലിക്ക് അതൊന്നും സ്വീകാര്യമായില്ല. ഒരു കാര്യത്തിൽ ചാർലിക്ക് നിർബന്ധമുണ്ട്. ശൗര്യയെ കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരരുത്. തെളിവുകൾ അവശേഷിപ്പിക്കരുത്. കടലിൽ വെച്ച് തന്നെ അവനെ തട്ടണം. അതാകുമ്പോൾ സംഭവം നടന്ന കൃത്യമായ സ്ഥലമില്ല, ദൃക്സാക്ഷികളില്ല, തെളിവുകൾ മായ്ച്ചു കളയാനും എളുപ്പം. ഞാൻ പലതവണ നോക്കിയതാ കടലിൽ വെച്ച് അവനെ പൂശിക്കളയാൻ. പക്ഷേ അവൻ്റെ ആയുസ്സിൻ്റെ ബലം കൊണ്ട് ഓരോ തവണയും അവൻ രക്ഷപ്പെട്ടു. ഇത്തവണ അവൻ രക്ഷപ്പെടരുത്. എല്ലാ സന്നാഹങ്ങളോടും കൂടി വേണം പോകാൻ. എൻ്റെ മോൾ ഇന്നലെ രാത്രി തുടങ്ങിയ കരച്ചില ഇപ്പോഴും നിർത്തിയിട്ടില്ല. അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ അവൻ. അവൻ അവളെ വല്ലതും ചെയ്തോ? കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ സംഭവം അറിയാത്ത ആരുണ്ട് ഈ പ്രദേശത്ത്? തോട്ടപ്പള്ളി മുതൽ ചെല്ലാനം വരെ സകലരും അറിഞ്ഞു. അതിനിടയ്ക്ക് അന്തിപത്രത്തിലും അച്ചടിച്ച് വന്നില്ലേ? അത് ഞാൻ കണ്ടില്ല. സൈമൺ തരകന് ജിജ്ഞാസയായി. അതിലെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ടൗൺ ഹാളിൽ കുഴപ്പമുണ്ടായെന്നും അറക്കൽ ചാർലി സേവ്യറിൻ്റെ മകളെ ശൗരി രക്ഷപ്പെടുത്തിയെന്നും ഗുരുതരമായി പരിക്കേറ്റ് ബോധം പോലും നഷ്ടപ്പെട്ട സോണിയ റോസിനെ തുമ്പോളി കടപ്പുറത്ത് കൊണ്ടുപോയി
ശൗരി മർമ്മ ചികിത്സ ചെയ്ത് ബോധം തെളിച്ച് അറക്കൽ വീട്ടിൽ കൊണ്ടുവിട്ടെന്ന്. ആ പത്രത്തിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ലേ ചാർലി? അപമാനിച്ചെന്നല്ലോ എഴുതിയിരിക്കണത്, രക്ഷപ്പെടുത്തിയെന്നല്ലേ. അത് അപമാനമായി പോയെന്ന് പറയാൻ പറ്റുമോ? പോലീസിനൊക്കെ അറിയാവുന്നതല്ലേ. കാരിക്കാട്ട് ബംഗ്ലാവിൽ റൂഹ് ഗാർഡനിലെ സ്വകാര്യതയിൽ വെച്ചായിരുന്നു സംഭാഷണം. ശൗര്യക്കുട്ടിയെ ജീവനോടെ അവശേഷിപ്പിക്കുന്ന ഒരു പ്രതികാര നടപടിക്കും അറക്കൽ ചാർലി തയ്യാറല്ല. ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നടു തളർന്നു കിടന്നാലും അവൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ചാർലിക്ക് സംശയമില്ല. യുദ്ധത്തിൽ രാജാവിൻ്റെ തല കൊയ്തു കഴിഞ്ഞാൽ സൈന്യം തോൽവി സമ്മതിച്ച് കീഴടങ്ങുന്നതാണ് ചരിത്രപാഠം. സൈമൺ തരകൻ കടൽ കൊലയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടി തൻ്റെ വള്ളങ്ങളെല്ലാം വിട്ടുകൊടുക്കാമെന്നേറ്റു. ശൗരി ഇടയ്ക്കിടെ കടലിൽ പോകാറുണ്ട്. അവൻ്റെ 3 വള്ളങ്ങളിൽ ഏതെങ്കിലും ഒരു വള്ളത്തിലായിരിക്കും കയറുക. അന്നേ ദിവസം തന്നെ സൈമൺ തരകൻ്റെ 5 വള്ളങ്ങൾ ശൗരിയെ പിന്തുടർന്നു പോവുക. രാത്രി കടലിൽ വെച്ച് നടത്തുന്ന ആക്രമണത്തിന് തെളിവുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. 5 വള്ളങ്ങളിലും കൂടി 50ഓളം പേരുണ്ടാകും. ശൗര്യയുടെ വള്ളത്തിൽ കൂടിയാൽ 10-12 പേരേ ഉണ്ടാവൂ. വേണമെങ്കിൽ നമുക്ക് ആൻഡപ്പൻ പീറ്ററെ കൂടി കൂട്ടുപിടിക്കാം, സൈമൺ തരകൻ അഭിപ്രായപ്പെട്ടു. അയാൾ നമ്മുടെ ലെവലിലുള്ള ആളല്ലല്ലോ, പൊതുപ്പണക്കാരനല്ലേ. കുറച്ച് പൈസ ഉണ്ടായെന്ന് വെച്ച് നമ്മുടെ തറവാടിത്തവും അന്തസ്സും ഒന്നുമില്ല. നമ്മൾ കാര്യങ്ങളൊന്നും അയാളോട് പറയേണ്ടെന്ന്. ശൗരിക്ക് ഒരു തിരിച്ചടി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. എനിക്ക് അയാളോട് അത്ര പരിചയം പോരാ. അയാളുമായിട്ട് സൈമൺ സംസാരിച്ചാൽ മതി. ശൗര്യക്കുട്ടിയെ തകർക്കാനുള്ള പദ്ധതിക്ക് അടുത്ത വട്ടം ചർച്ചയിൽ അന്തിമ രൂപം കൊടുക്കാമെന്ന ധാരണയിൽ അറക്കൽ ചാർലിയും സൈമൺ തരകനും തൽക്കാലം പിരിഞ്ഞു. മെഡിക്കൽ ചെക്കപ്പിനായി റോസ്മേരിയുമൊത്ത് തിരുഹൃദയ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു സോണിയ റോസ്. ഗൈനക്കോളജി ഡോക്ടർ ആനി ജോസഫ് ചെക്കപ്പിന് ശേഷം സോണിയയോട് പറഞ്ഞു, ദേഹം മുഴുവൻ നല്ല പോലെ പരിക്കേറ്റിട്ടുണ്ടല്ലോ, പക്ഷേ അതെല്ലാം പെട്ടെന്ന് ഭേദപ്പെട്ട പോലെ തോന്നിക്കുന്നു. ടൗൺ ഹാളിൽ വെച്ച് പരിക്കേറ്റ 4 പേഷ്യൻസ് ഇവിടെയുണ്ട്. ഇതുപോലെ തന്നെ ചവിട്ടേറ്റവരാ. അവർക്ക് വേദന കൊണ്ട് അനങ്ങാൻ വയ്യ. മുതുകിലും തോളിലും കാലിലുമൊക്കെ ചവിട്ടേറ്റെടുത്ത് നീര് കെട്ടി ബ്ലഡ് കോട്ടായി കിടക്കുന്നു. സോണിയയുടെ ഇഞ്ചുറീസ് എല്ലാം പെട്ടെന്ന് മൈൽഡായ പോലെയാണ്. സെയിം ഇഞ്ചുറിയും പെയിനും സോണിയയ്ക്കും ഉണ്ടാവേണ്ടതാണല്ലോ. ഞാൻ പ്രസ് ചെയ്ത് നോക്കിയിട്ട് പോലും അത്ര പെയിൻ ഫീൽ ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാ, സോണിയ റോസ് സമ്മതിച്ചു. എന്തോ ഒരു മെഡിക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ആനി ജോസഫ് സംശയത്തോടെ പറഞ്ഞു. അപ്പോൾ തന്നെ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ സി, അങ്ങനെ വരട്ടെ. ആര് മസാജ് ചെയ്തു? മർമ്മ ചികിത്സ അറിയാവുന്ന ആളാ. എന്തോ ഒരു ഓയിൻമെൻ്റ് ഇട്ട് പുരട്ടി തിരുമിയെന്നാണ് പറഞ്ഞത്. അതാണ് സംഗതി. കഴുത്തിലെ ഇഞ്ചുറി കുഴപ്പമായേനെ. അവിടെ ഇപ്പോഴും നീല നിറം മാറിയിട്ടില്ല. വെയിൻസ് ചതഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ വേദനയില്ലല്ലോ. ഇല്ല, കഴുത്ത് തിരിക്കുമ്പോൾ ഒരു ചെറിയ പെയിൻ അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരാളെ തക്ക സമയത്ത് കിട്ടിയത് നന്നായി. ഇനി മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല. കഴുത്തിൻ്റെ വശത്ത് 1-2 തവണ ആവി കൊള്ളുന്നത് നല്ലതാ. അതുപോലെ ഒന്നുകൂടി മസാജ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ആനി ജോസഫ് പറഞ്ഞു. ഡോക്ടറോട് നന്ദി പറഞ്ഞ് സോണിയ റോസ് പുറത്തിറങ്ങി. പോകാം മമ്മി. പുറത്ത് കാത്തിരുന്ന റോസ്മിരിയോട് സോണിയ റോസ് പറഞ്ഞു, മെഡിസിൻ ഒന്നും ഇല്ലേ? ഇല്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? മസാജ് ചെയ്തയാളെ വിളിച്ച് ഒന്നുകൂടെ ചെയ്യിക്കാൻ. കുസൃതി ചിരിയോടെ സോണിയ റോസ് പറഞ്ഞു. പോടി അവിടുന്ന്, ഒരു കാര്യം ചോദിക്കുമ്പോൾ പെണ്ണിന് കളി. റോസ് മേരി ശാസിച്ചു. എൻ്റെ മമ്മി, ടൗൺ ഹാളിൽ വെച്ച് പരിക്കേറ്റ 4 പേർ ഇവിടെ അഡ്മിറ്റാണ്. അവർക്ക് നല്ല പണി കിട്ടി. അനങ്ങാൻ പോലും വയ്യ. എനിക്കും അത്രയൊക്കെ ചവിട്ടി കിട്ടിയിട്ടും ഞാനിങ്ങനെ കുഴപ്പമില്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ഡോക്ടർക്ക് അതിശയം. ഇത്ര പെട്ടെന്നൊരു ഹീലിംഗ് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? മർമ്മ ചികിത്സ അറിയാവുന്ന ഒരു വൈദ്യൻ അപ്പം തന്നെ മസാജ് ചെയ്തെന്ന്. അതെന്തിനാ നീ അങ്ങനെ പറയാൻ പോയത്? ഡോക്ടറോട് കള്ളം പറയാൻ പറ്റുമോ മമ്മി? അവർക്ക് മനസ്സിലായി എന്തോ ഒരു പൊടിക്കൈ പ്രയോഗിച്ചിട്ടുണ്ടെന്ന്. മസാജ് ചെയ്തത് ആരാണെന്ന് നീ പറഞ്ഞു കൊടുത്തോ? ഇല്ല, പറയണമായിരുന്നോ? റോസ് മേരി ദേഷ്യത്തിൽ അവളെ നോക്കി. നിനക്കെന്താടി ഒരിളക്കം? മമ്മിയുടെ ദേഷ്യം കാണാൻ നല്ല രസം. നിനക്കെല്ലാം രസമാണല്ലേ? പപ്പ എന്തിനാണ് കാരക്കാട്ട് ബംഗ്ലാവിലേക്ക് പോയിരിക്കുന്നതെന്ന് നിനക്കറിയോ? എന്തിനാണ്? ശൗരിക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കുന്ന കാര്യം സൈമൺ ചേട്ടനുമായിട്ട് ആലോചിക്കാൻ വേണ്ടിയാ. അതെന്തിനാ മമ്മി? നിനക്കറിഞ്ഞൂടെ? നിന്നെ അപമാനിച്ചില്ലേ ആ തെമ്മാടി പോക്കരി? ഇല്ല മമ്മി, ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പും കഴിഞ്ഞല്ലോ. എന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവൻ കാണിച്ചത് ചെറ്റത്തരമല്ലേ? നീയൊന്ന് ആലോചിച്ചു നോക്ക്. പക്ഷേ മമ്മി, അതെന്നെ സുഖപ്പെടുത്താൻ വേണ്ടിയല്ലേ? അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയല്ലോ.
അതൊക്കെ അവൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വെച്ചതാ. അവൻ കാരണമല്ലേ എല്ലാം. അവർ സന്ദർശകർക്കുള്ള പാർലർ കടന്ന് ഹോസ്പിറ്റലിൻ്റെ മുറ്റത്തേക്കിറങ്ങി. അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തെത്തി. അതിനോട് ചേർന്ന് പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ഡോർ തുറന്ന് ഒരാൾ പുറത്തിറങ്ങി. അയാളെ കണ്ടത് സോണിയ റോസ് ഞെട്ടി. ശൗര്യക്കുട്ടി. അവൻ സോണിയയുടെ നേർക്ക് വന്നു. അധികാര സ്വരത്തിൽ ചോദിച്ചു, ഡോക്ടറെ കണ്ടോ? ഊ എന്ന് സോണിയ തലയാട്ടി. ചെക്കപ്പ് നടത്തിയോ? ഇയാൾ ആരാ ചോദിക്കാൻ? റോസ്മേരി തട്ടിക്കയറി. ഞാൻ സോണിയയോടാണ് ചോദിച്ചത്. ശൗര്യക്കുട്ടി വീണ്ടും സോണിയയെ നോക്കി. സോണിയ തലയാട്ടുകയും മൂളുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഡോക്ടർ മരുന്ന് വല്ലതും തന്നോ? ഇല്ല. എന്തു പറഞ്ഞു? പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. എല്ലാം മനസ്സിലായല്ലോ. ഞാൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം ചെയ്തിട്ടാ നീ ഇപ്പോൾ എണീറ്റ് നിൽക്കണതും നടക്കണതും. മോളെ, നീ കാറിലോട്ട് കയറ്, റോസ്മേരി മകളോട് കൽപ്പിച്ചു. അവൾ കയറാൻ ഭാവിച്ചപ്പോൾ ശൗര്യക്കുട്ടി വിളിച്ചു, നിക്ക്. രാത്രി കുളിക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ മുറിവെണ്ണ ചൂടാക്കി ദേഹമാസകലം പുരട്ടി ചെറുതായി മസാജ് ചെയ്യണം. അമ്മയുണ്ടല്ലോ കൂടെ, അമ്മയെ കൊണ്ട് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ തന്നെത്താൻ ചെയ്യണം. എല്ലാം മാറിക്കോളും. ശരി, പോ. സോണിയ റോസ് ഡോർ തുറന്ന് അകത്തേക്ക് വലതുകാൽ വെച്ചു. ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോടി, നീ പഠിച്ച പെണ്ണല്ലേ, ശൗര്യക്കുട്ടി പറഞ്ഞു. ഒന്ന് പതറിയ ശേഷം സോണിയ റോസ് മുഖത്ത് നോക്കാതെ പറഞ്ഞു, താങ്ക്സ്. റോസ്മേരിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ. റോസ്മേരി കാർ സ്റ്റാർട്ട് ചെയ്ത് ഹോസ്പിറ്റൽ ഗേറ്റിന് പുറത്തിറക്കി. നീ എന്തിനാ അയാളോട് സംസാരിക്കാൻ പോയത്? അവർ മകളെ ശാസിച്ചു. സംസാരിച്ചില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വന്നെങ്കിലോ? അയാളെ ദേഷ്യപ്പെട്ടാൽ നിനക്കെന്താ? അവിടെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കില്ലേ മമ്മി? വെറുതെ എന്തിനാ ഒരു പ്രശ്നമുണ്ടാക്കുന്നേ? അയാൾക്ക് എന്ത് കാര്യം നിന്റെ സുഖവിവരം അന്വേഷിക്കാൻ? അയാളല്ലേ എന്നെ രക്ഷിച്ചത്, അതുകൊണ്ടായിരിക്കും. അയാൾ നിന്നെ രക്ഷിച്ചോ? ശിക്ഷിക്കുകയല്ലേ ചെയ്തത്. പണ്ട് കടലിൽ നിന്ന് രക്ഷിച്ചത് അയാളല്ലേ? അത് ഇയാളല്ല, അതൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി വലുതായതാണ് മമ്മി. നീ അയാളോട് സംസാരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു. അയാൾ ചോദിച്ചതിനൊക്കെ നീ മറുപടി പറഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. നമുക്കൊരു മര്യാദയില്ലേ മമ്മി? അത് മര്യാദക്കാരോട് മാത്രം മതി, അവനെപ്പോലെയുള്ള തെമ്മാടികളോടല്ല. അവൻ്റെ ഒരു നോട്ടവും ഭാവവും നിൽപ്പും ചോദ്യം പറച്ചിലും. അവൻ്റെ ഭാര്യയാണെന്ന മട്ടിലല്ലേ? അത് ശരിയാ, എനിക്കും തോന്നി വലിയ അധികാരമുള്ള മട്ടില. അവന് കൊടുത്തോളും സൈമൻ ചേട്ടനും പപ്പയും എല്ലാവരും കൂടി. കാർ തോണ്ടൻകുളങ്ങര ജംഗ്ഷനിൽ ഇടത്തോട്ട് തിരിഞ്ഞ് കോടതി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നു. മമ്മി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഈ ശൗരി സൈമൺ അങ്കിളിൻ്റെ മകനാണെന്ന് കേട്ടത് ശരിയാണോ മമ്മി? ആര് പറഞ്ഞു നിന്നോട്? പറഞ്ഞത് ആരാണെങ്കിലും ആയിക്കോട്ടെ, സംഗതി സത്യമാണോ? എനിക്കറിഞ്ഞൂടാ. മമ്മി കള്ളം പറയരുത്. അങ്ങനെ ചിലതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. കേൾക്കുന്നതൊന്നും വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. ശൗരിയെ കണ്ടാലും തോന്നും. സൈമൺ അങ്കിളിൻ്റെ ഒരു ലക്ഷണമൊക്കെയുണ്ട്. ആ പൊക്കവും തലയെടുപ്പും നെഞ്ചു തള്ളിയുള്ള നടപ്പും പരിവരുത്ത ശബ്ദവും പിന്നെ കണ്ണുകൊണ്ടുള്ള നോട്ടവും. മിണ്ടാതിരിക്കെ പെണ്ണെ, നീ എന്തിനാ അവൻ്റെ രൂപവും ഭാവവും ഒക്കെ വർണ്ണിക്കുന്നേ? അവൻ കാട്ടുപോത്തിനെ പോലെ ഇരിക്കട്ടെ, നമുക്കെന്താ? ഡാൻഡസിനെ കണ്ട സൈമൺ അങ്കിളിൻ്റെ ഒരു ലക്ഷണവും ഇല്ല. നല്ലപോലെ വെളുത്ത് തുടുത്ത് സുന്ദരനല്ലേ? എന്ത് സോഫ്റ്റാ സംസാരവും പെരുമാറ്റവും എല്ലാം. അതാ എൽസമ്മ ചേച്ചിയുടെ ഷേപ്പാ. മഞ്ഞ നിറവും കിട്ടിയിട്ടുണ്ട്. കാർ കോടതി പാലം കടന്ന് വലത്തോട്ട് തിരിഞ്ഞ് പ്രൈവറ്റ് സ്റ്റാൻഡിന് മുന്നിൽ കൂടിയുള്ള റോഡിലൂടെ പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് മകളുടെ നേർക്ക് മുഖം തിരിച്ചു നോക്കിയിട്ട് റോസ്മേരി ചോദിച്ചു, എന്താ ഇത്ര വലിയ ആലോചന? മമ്മി, മുറിവെണ്ണ എവിടെയാ കിട്ടുന്നേ? ഏതെങ്കിലും ആയുർവേദ മരുന്ന് ഷോപ്പിൽ ചോദിച്ചാൽ മതി. എന്തിനാ? ശൗരി പറഞ്ഞത് മമ്മി കേട്ടില്ലായിരുന്നോ? മുറിവെണ്ണ വാങ്ങിയിട്ട് ചൂടാക്കി മസാജ് ചെയ്യാൻ. അവൻ അങ്ങനെ പലതും പറയും. എനിക്ക് വേഗം സുഖമാകാൻ വേണ്ടി പറഞ്ഞതല്ലേ മമ്മി. റോസ്മേരി മിണ്ടിയില്ല. അയാൾ എവിടുന്ന് മർമ്മ ചികിത്സയൊക്കെ പഠിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നേ, അതും ഈ ചെറിയ പ്രായത്തിൽ. ഇനി നീ അവൻ്റെ പേര് മിണ്ടിപ്പോകരുത്. ഓക്കെ, നിർത്തി. ആയുർവേദ മരുന്ന് കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിച്ച് മുറിവെണ്ണ വാങ്ങിക്കൊണ്ടാണ് സോണിയ റോസ് വീട്ടിലേക്ക് മടങ്ങിയത്. വൈകുന്നേരം കുളിക്കുന്നതിന് മുമ്പ് അവൾ ഒരു സ്പൂൺ മുറിവെണ്ണ ഒരു സ്റ്റീൽ ബൗളിലെടുത്ത് ചൂടാക്കി അതുമായി ബാത്റൂമിൽ കയറി. ദേഹമാസകലം മുറിവെണ്ണ പുരട്ടി തടവുമ്പോൾ അവൾക്ക് ശൗര്യക്കുട്ടിയെ ഓർമ്മ വന്നു. അവൾ തൻ്റെ ഉടലിലേക്ക് കണ്ണോടിച്ചു. ശൗര്യക്കുട്ടിയുടെ പരിക്കൻ വിരലുകൾ സഞ്ചരിച്ച ശരീരമാണിതെന്ന ഓർമ്മയിൽ അവൾ ഒരു നിമിഷം ചൂളിപ്പോയി. വഷളൻ, ദുഷ്ടൻ, കശ്മലൻ. ഛേ! അവൾ ഡ്രസ്സെടുത്ത് തൻ്റെ ശരീരം മറച്ചു പിടിച്ചു.
6 വള്ളങ്ങൾ, ആകെ 48 പേർ. പൊഴിയൂരിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്നും പണം കൊടുത്ത് ആളുകളെ എത്തിച്ചിട്ടുണ്ട്. കാരക്കേട്ട് ബംഗ്ലാവിൽ എന്തിനും സജ്ജരായി കുറച്ച് പേർ കാത്തു നിൽപ്പുണ്ട്. 6ൽ 2 വള്ളം തോട്ടപ്പള്ളിയിൽ നിന്ന് വരും, 2 എണ്ണം ഓമനപ്പുഴയിൽ നിന്ന്, ബാക്കി 2 എണ്ണം ചെല്ലാനത്ത് നിന്ന്. ചെല്ലിക്കടപ്പുറത്ത് നിന്ന് ഫോൺ വിളി വരേണ്ട താമസമേയുള്ളൂ പുറപ്പെടാൻ. 5:30 മണിക്ക് കോൾ വന്നു. ശൗര്യക്കുട്ടി കടലിലിറങ്ങി. ദേവമാത എന്ന വള്ളത്തിലാണ്. ശൗര്യടക്കം 9 പേരുണ്ട്. കാരക്കേട്ട് ബംഗ്ലാവിൻ്റെ ഔട്ട് ഹൗസിൽ നിന്ന് ചെല്ലാനത്തേക്കും തോട്ടപ്പള്ളിയിലേക്കും കോളുകൾ പാഞ്ഞു. ഔട്ട് ഹൗസിലുണ്ടായിരുന്നവർ മഹീന്ദ്ര പിക്കപ്പിൽ ഓമനപ്പുഴയ്ക്ക് തിരിച്ചു. എല്ലായിടത്തേക്കും ഫോൺ വിളിച്ച് കാര്യവിവരങ്ങൾ അറിഞ്ഞും അറിയിച്ചും അറക്കൽ ചാർലിയും സൈമൺ തരകനും ഔട്ട് ഹൗസിലിരുന്നു. സന്ധ്യ ഇരുണ്ടപ്പോൾ ആൻ്റപ്പൻ പീറ്ററും എത്തിച്ചേർന്നു. കടലിൽ ഏതാണ്ട് 12 ഭാഗം ആഴം വരുന്ന ഭാഗത്ത് ശൗര്യയുടെ വള്ളം കണ്ടതായി രാത്രി 8 മണിക്ക് സൈമൺ തരകന് വിവരം കിട്ടി. മീൻപിടുത്തക്കാരൻ്റെ ഭാഷയിൽ കടൽ കരിഞ്ഞു കിടക്കുകയാണ്. വള്ളവും വലയുമായി കടലിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവൻ വെറും കൈയോടെയാണ് തിരിച്ചെത്തുന്നത്. അപൂർവം ചില വള്ളങ്ങൾക്ക് കരിനന്ദനോ വട്ടമത്തിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലായി. കടൽ കരിയുമ്പോഴാണ് കരിനന്ദൻ വിളയുന്നതെന്നാണ് മുക്കുവൻ്റെ ഭാഷ്യം. കടലിലെ വറുതിക്ക് കാരണം കടലമ്മ കനയാത്തതാണെന്നാണ് അവൻ്റെ വിശ്വാസം. ഓരോ വള്ളത്തിലും പോകുന്ന 10-12 പണിക്കാരുടെ ചെലവ് കാശോ മണ്ണെണ്ണ കാശോ പോലും കിട്ടാത്ത ദിവസങ്ങളാണ് മിക്കതും. പണ്ട് കര കാണാത്ത കടലിലേക്ക് മീൻ തേടി പോകണ്ട, 10 ഭാഗത്തിനകത്ത് മീൻ കോരിയെടുക്കാമായിരുന്നു. ഇപ്പോൾ എവിടെയാണ് ചാകര? ചെമ്മീൻ ചാകര കണ്ട കാലം മറന്ന് കടലമ്മ കനിയാണ്ട് ആരും രക്ഷപ്പെടാൻ പോണില്ല. ആരോടെന്നില്ലാതെ പത്രോസ് ചേട്ടൻ പിറുപിറുത്തുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് 2 ഇടത്ത് കുഞ്ഞെണ്ണ വലയിട്ട് നോക്കി. കറിക്കുള്ള മീൻ പോലും കിട്ടിയില്ല. ശൗര്യക്കുട്ടിയുടെ വരശൊക്കെ പോയാ? എസ്താപ്പൻ ചെറുചിരിയോടെ ചോദിച്ചു. കടലമ്മ കനിയാത്തതല്ല ചേട്ടാ, കടലും കടലമ്മയും അന്ന് ഇന്നും ഒന്ന് തന്നെയാ. പക്ഷെങ്കിൽ മനുഷ്യന്മാരുടെ എണ്ണം അന്നത്തേതിൻ്റെ 4 ഇരട്ടിയായി. 4 ഇരട്ടി മീൻ എവിടെ കിടക്കണ്? കടലും മീനും 4 ഇരട്ടി പെരുകണമെന്ന് വെച്ചാൽ എങ്ങനെ പെരുകും? മീൻ പിടിക്കണ വള്ളങ്ങളുടെയും ബോട്ടുകളുടെയും എണ്ണം എത്ര ഇരട്ടിയായി? ഏതെല്ലാം തരത്തിലുള്ള വലകളാ? മീൻ പിടിക്കണ കപ്പലുകൾ വരെ ഇല്ലേ? നമ്മൾ മീൻ തിന്നണതിനനുസരിച്ച് കടലിൽ മീൻ ഉണ്ടാകുമോ? നമ്മൾ കോരണ മുറയ്ക്ക് പിന്നെയും കടലിൽ മീൻ വന്ന് നിറയണമെന്ന് വെച്ചാൽ ഇതെന്താണ്? ആകാശത്ത് നിന്ന് കുടഞ്ഞിടാൻ പറ്റുമോ? അത് ശരിയാണ് കേട്ടോ, നമ്മൾ എല്ലാം കാണണം. അന്നത്തെ മാതിരിയാണോ ഇന്ന് മീൻ തിന്നണത്? പത്രോസ് ചേട്ടൻ പറഞ്ഞു. അന്നൊക്കെ 5-6 മത്തി മുറിച്ച് കറി വെച്ച ഒരു കുടുംബം മുഴുവനും അതുകൊണ്ട് ചോറുണ്ണും. ഇന്ന് ഓരോരുത്തർക്കും വേണം 5-6 എണ്ണം. എല്ലാവർക്കും കൊതി തീരെ തിന്നണം. കടലിനോട് ചോദിച്ചാൽ കടൽ എവിടുന്ന് എടുത്തു തരാനാ? കുഞ്ഞെണ്ണ വള്ളത്തിനാകെ കിട്ടിയത് കുറച്ച് വട്ടമത്തിയാണ്. മീൻ കിട്ടണമെങ്കിൽ പുറംകടലിൽ പോകണമെന്നതാണ് സ്ഥിതി. ആദ്യം വടക്കോട്ട് നീങ്ങാനായിരുന്നു ശൗര്യക്കുട്ടിയുടെ പ്ലാൻ. അതിനിടയ്ക്ക് ഒരു കോൾ ശൗര്യക്കുട്ടിയുടെ ഫോണിലേക്ക് വന്നു. വലക്കണ്ണിയുടെ ഭാഗത്ത് നിന്ന് മാറി നിന്ന് ശൗര്യക്കുട്ടി ഫോൺ അറ്റൻഡ് ചെയ്തു. കുഞ്ഞെണ്ണ പോകുന്ന വഴിക്ക് കുറേ സമയമായി ചില വള്ളങ്ങൾ നീങ്ങുന്നുണ്ടെന്ന അറിയിപ്പായിരുന്നു ആ ഫോൺ കോൾ. ശൗര്യക്കുട്ടി കടലിൽ പോകുമ്പോഴെല്ലാം ചെല്ലാനത്ത് നിന്നോ വൈപ്പിനിൽ നിന്നോ ഒരു ബോട്ട് കടലിൽ ഇറങ്ങും. ശൗര്യക്കുട്ടിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അത്. തൻ്റെ ശത്രുക്കൾ പ്രബലന്മാരാണെന്നും ഏറ്റവും അനുകൂലമായ സാഹചര്യം നോക്കി അവർ ആഞ്ഞടിക്കുമെന്നും ശൗര്യക്കുട്ടിക്ക് ഉത്ബോധമുണ്ട്. ശത്രുക്കൾ വളഞ്ഞാൽ കടലിൽ ഓടി ഒളിക്കാൻ സ്ഥലമില്ല. ഫോൺ കോൾ വന്ന ശേഷം ശൗര്യക്കുട്ടി വള്ളക്കാരോട് കുഞ്ഞിനെയെ തെക്കോട്ട് വിടാൻ നിർദ്ദേശിച്ചു. നമ്മൾ വടക്കോട്ട് പോകാനല്ലേ ഇറങ്ങിയത്? പത്രോസ് മൂപ്പൻ സംശയം പ്രകടിപ്പിച്ചു. ആണ്, പക്ഷേ ഇപ്പോൾ തെക്ക് മീനുണ്ടെന്ന് ചില ആൾക്കാർ വിളിച്ചു പറഞ്ഞു. ശൗര്യക്കുട്ടി വെളിപ്പെടുത്തി. മുന്നിലും പിന്നിലും എഞ്ചിൻ വെച്ച ഒരു വള്ളം കുഞ്ഞെണ്ണ വള്ളത്തിന് നേർക്ക് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ വേഗം കുറഞ്ഞു. ശൗര്യക്കുട്ടി ഫോൺ പോക്കറ്റിൽ തിരുകി. മറ്റേ വള്ളം വേഗം കുറഞ്ഞ് കുഞ്ഞെണ്ണയോട് ഉരുമി നിന്നു. ആ വള്ളത്തിലുണ്ടായിരുന്നവരെ കുഞ്ഞെണ്ണയിലുണ്ടായിരുന്നവർക്ക് മനസ്സിലായി. വേറെ ഏതോ കടപ്പുറത്തു നിന്നുള്ള ഇരുണ്ട മനുഷ്യർ. നിങ്ങൾ വല നീട്ടിക്കോ, ഞാനിപ്പോൾ തന്നെ വരാം. ശൗര്യക്കുട്ടി പേരില്ലാ വള്ളത്തിലേക്ക് ചാടിക്കയറി. ഉടൻ തന്നെ വള്ളം വിട്ടു പോവുകയും ചെയ്തു. ആ പോക്കത്ര ശരിയല്ലല്ലോ, പത്രോസ് ചേട്ടൻ പറഞ്ഞു. ആരാ അവരൊക്കെ? ഏതാ വള്ളം? നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ ഇവിടുത്തെ കടപ്പുറങ്ങളിലുള്ളവരല്ല. അവരെന്തിനാണ് വന്നത്? ശൗര്യക്കുട്ടി അവരുടെ കൂടെ എങ്ങോട്ടാണ് പോയേക്കണത്? അതും ഈ നട്ടപ്പാതിരിക്ക്. എങ്ങനെ അവർ നമ്മളെ കണ്ടുപിടിച്ച്? ജോണപ്പൻ എല്ലാം സംശയങ്ങളാണ്. നമ്മൾ അതൊന്നും നോക്കണ്ട, നമുക്ക് വല നീട്ടാം.
ബാക്കിയുണ്ടായിരുന്നവർ വല കടലിലിറക്കാനുള്ള നടപടി തുടങ്ങി. ഏതാണ്ട് 450 മീറ്റർ നീളത്തിൽ ഉടക്ക് വല വിരിച്ച് അവർ വള്ളത്തിൽ കാത്തു കിടന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചില വള്ളങ്ങളുടെ വെളിച്ചം തങ്ങളുടെ വള്ളത്തിന് സമീപത്തേക്ക് വരുന്നതായി അവർക്ക് തോന്നി. ചക്രവാളത്തിന് കീഴെ വെളിച്ചത്തിന്റെ പൊട്ടുകൾ ഏറെയുണ്ടായിരുന്നു. അവ മിന്നാമിനുങ്ങുകളെ പോലെ തെളിയുകയും മറയുകയും ചെയ്തു. കടലിന്റെ അപാരതയിലൂടെ നീന്തുന്ന നൂറുകണക്കിന് വള്ളങ്ങളിലെ വെളിച്ചമാണത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് 4 ഭാഗത്തു നിന്നുമായി തങ്ങളുടെ നേർക്ക് വരുന്ന വള്ളങ്ങളിലെ വെളിച്ചമാണ്. അവന്മാർ നമ്മുടെ വല നശിപ്പിക്കൂ? എസ്താപ്പൻ ആശങ്കപ്പെട്ടു. അവന്മാർക്കെന്താ കണ്ണില്ലേ? പൊന്തി കിടക്കണത് കാണാലോ. വലയെ വന്ന് കയറിയ അവരുടെ എഞ്ചിൻ പോക്ക, പത്രോസ് ചേട്ടൻ പറഞ്ഞു. 2 വള്ളങ്ങൾ ഇരുവശത്തു നിന്നുമായി വന്നെടുത്തു. പൊന്ത് നോക്കി ഒഴിവെടുത്താണ് വന്നത്. ആരടാ അത്? പത്രോസ് ചേട്ടൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു. വള്ളങ്ങൾക്ക് പേരില്ല. പ്ലാസ്റ്റിക് കടലാസ് ഒട്ടിച്ച് മറച്ചിരിക്കുന്നു. വള്ളങ്ങളിലെ പണിക്കാരെയും അറിയില്ല. 2 വശങ്ങളിൽ നിന്നായി വള്ളങ്ങൾ അടുത്തു. പലരുടെയും കയ്യിൽ കുറുവടികൾ, വാർക്ക കമ്പികൾ, സൈക്കിൾ ചെയിൻ, 2 പേരുടെ കയ്യിലും വടിവാൾ. ആരാ നിങ്ങള്? പത്രോസ് ചേട്ടൻ പകച്ചു ചോദിച്ചു. വീണ്ടും ഇരുവശത്തു കൂടിയും 2 വള്ളങ്ങൾ കൂടി വന്നു. മറ്റു 2 വള്ളങ്ങൾ കാവലിൽ നിന്ന പോലെ അല്പം മാറിക്കിടന്നു. ആദ്യം വന്ന വള്ളങ്ങളിൽ ഉണ്ടായിരുന്നവർ കുഞ്ഞനയിലേക്ക് ചാടിക്കയറി. അവർ തലങ്ങും വിലങ്ങും അടി തുടങ്ങി. എവിടെടാ ശൗരി? ഒരുത്തൻ്റെ അലർച്ച ചക്രവാളത്തിലേക്ക് പാഞ്ഞു. വള്ളത്തിനുള്ളിൽ എലിയെ തിരഞ്ഞു നടക്കുന്ന പോലെ അവർ ചിതറി നടന്നു. വള്ളപ്പടി കീഴിലും ക്യാൻവാസ് വലിച്ച് കെട്ടിയിട്ടുണ്ടാക്കിയ ടെന്റിന് കീഴിലും നോക്കി. ശൗരിക്കുട്ടി വള്ളത്തിലില്ല. പത്രോസ് ചേട്ടൻ അടി കിട്ടിയ പാടെ പുളഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൻ ഈ വള്ളത്തിലുണ്ടായിരുന്നല്ലോ. വേറൊരു വള്ളത്തിൽ കയറിപ്പോയി. ഏത് വള്ളമാടാ? ഓരോ ചോദ്യത്തിനും പത്തലിനടിക്കുന്ന പോലെ ഓരോ അടിയുമുണ്ട്. വള്ളം ഏതെന്നറിയാൻ വയ്യ. പേരില്ലേടാ വള്ളത്തിന്? പേരില്ലായിരുന്നു, ബിന്ദുച്ചൻ പറഞ്ഞു. അവനും കിട്ടി കുറുവടിയടി. ശൗരിക്കുട്ടിയെ കിട്ടാത്ത കലിപ്പിന് കയ്യിൽ കിട്ടിയവരെയൊക്കെ പൊതിരെ തല്ലി. എഞ്ചിനെടുത്ത് കടലിലിട്ടു. വലയും കയറും മുറിച്ചെറിഞ്ഞു. 1/4 മണിക്കൂറോളം അവർ കുഞ്ഞന്ന വള്ളത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതിനിടയിൽ കാവൽ നിന്ന വള്ളങ്ങളുടെ ഭാഗത്ത് നിന്ന് നിലവിളിയും അലർച്ചയും കേട്ടു തുടങ്ങി. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. 200-300 അടി അകലമേയുള്ളൂ. പക്ഷേ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഒരു ചെറിയ ബോട്ട് കുഞ്ഞന്ന വള്ളത്തിനടുത്തേക്ക് വന്നു. ശൗരി അതിൻ്റെ നടുപ്പടിയിൽ നീണ്ട തുഴയും കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് എല്ലാവരും കണ്ടു. അവൻ ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ 18ഓളം പേരും. ശൗരിക്കുട്ടി തുഴ വീശി അടി തുടങ്ങി. കുഞ്ഞനയെ ആക്രമിക്കാൻ വന്ന വള്ളങ്ങളിലുണ്ടായിരുന്നവർ തിരിച്ചടിച്ചു. ബോട്ടിലുണ്ടായിരുന്നവരെ ആക്രമിക്കുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. പൊരിഞ്ഞ അടി നടക്കുന്നതിനിടയിൽ അടുത്ത വള്ളം കൂടി എത്തി. അതിൽ നിറയെ ശൗരിക്കുട്ടിയുടെ ആളുകളായിരുന്നു. അലർച്ചയും വെല്ലുവിളികളും, മുറിവേറ്റും അസ്ഥികൾ ഒടിഞ്ഞുമുള്ള നിലവിളികൾ, തല്ലി വീഴ്ത്താനും കൊല്ലാനുമുള്ള കൊലവിളികൾ. ഭീകര സംഘടനത്തിനിടെ കടന്നു കളയാൻ നോക്കിയ വള്ളങ്ങളെ ശൗരിയുടെ ആളുകൾ വളഞ്ഞിട്ടു. ഇതിനിടയിൽ കുഞ്ഞന്നയ്ക്ക് അക്രമികൾ തീയിട്ടു. അടുത്ത ക്ഷണം അക്രമികളുടെ 5 വള്ളങ്ങൾക്ക് ശൗരിക്കുട്ടിയും സംഘവും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി. അവയുടെ എഞ്ചിനെടുത്ത് കടലിൽ താഴ്ത്തി. കുഞ്ഞന്നയുടെ തീ കെടുത്തിയെങ്കിലും അത് ഭാഗികമായി കത്തി നശിച്ചിരുന്നു. കടലിലെ എണ്ണക്കിണറുകൾക്ക് തീ പിടിച്ച പോലെ 4 വള്ളങ്ങൾ വെള്ളത്തിന് മീതെ കിടന്ന് കത്തിക്കൊണ്ടിരുന്നു. കാവൽക്കാരെ പോലെ മാറി നിന്നിരുന്ന വള്ളങ്ങൾ ശൗരിക്കുട്ടിയുടെ നിർദ്ദേശാനുസരണം സംഘടന രംഗത്തേക്ക് കൊണ്ടുവന്നു. ശത്രുസംഘത്തിലെ പരിക്കേറ്റവരെയെല്ലാം അതിലേക്ക് കയറ്റി. കടലിൽ ഓടി രക്ഷപ്പെടാൻ മാർഗമില്ലാത്തതിനാൽ കീഴടങ്ങിയവർക്ക് അനുസരിക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. പരിക്കേറ്റവരിൽ ചിലരെ ബോട്ടിലേക്ക് കൊണ്ടുവന്ന് ശൗരിക്കുട്ടി ചോദ്യം ചെയ്തു. സത്യം പറഞ്ഞില്ലെങ്കിൽ എടുത്ത് കടലിലെറിയുമെന്ന ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുകയല്ലാതെ ഗത്യന്തരമുണ്ടായിരുന്നില്ല. ഈ ആക്രമണം എങ്ങനെയാണ് ആസൂത്രണം ചെയ്തതെന്നും ആരുടെയൊക്കെ ഗൂഢാലോചന അതിന് പിന്നിലുണ്ടെന്നും ശൗരിക്കുട്ടി പറയിക്കുക മാത്രമല്ല, മൊബൈൽ ഫോണിൽ അതിൻ്റെ വീഡിയോ പിടിക്കുകയും ചെയ്തു. അറയ്ക്കൽ ചാർലി സേവ്യർ ഇന്നേ വരെ ആരെയെങ്കിലും ദ്രോഹിക്കാനോ ആരോടെങ്കിലും പകരം വീട്ടാനോ ഇറങ്ങി തിരിച്ചിട്ടുള്ള ആളായിരുന്നില്ല. കാരക്കാട്ട് ബംഗ്ലാവിലെ ഔട്ട് ഹൗസിൽ സൈമൺ തരകനും ആൺമക്കൾക്കും ആൻ്റപ്പൻ പീറ്ററിനുമൊപ്പം പാതിരാ കഴിഞ്ഞും ഉറക്കം വിളിച്ചിരിക്കുമ്പോൾ ചാർലിക്ക് സ്വയം ഒരു അവമതിപ്പ് തോന്നി.
അടിപിടി, ഗുണ്ടായിസം, പ്രതികാര പദ്ധതികൾ ഇവയ്ക്കൊന്നും അയാളുടെ മനസ്സിലോ കുടുംബത്തിലോ യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായി പെൻഷൻ പറ്റിയ ആളാണ് ചാർലിയുടെ അപ്പൻ സേവ്യർ മാസ്റ്റർ. ചാർലിയുടെ മൂത്ത മകൾ ഹൈസ്കൂൾ അധ്യാപികയാണ്. അനുജൻ അഡ്വക്കേറ്റായി. ചാർലിക്ക് ബിസിനസ്സിലായിരുന്നു കമ്പം. കണിച്ചുകുളങ്ങരയിൽ ഹോട്ടലും ചേർത്തലയിൽ പെട്രോൾ പമ്പും ആലപ്പുഴയിൽ മെഡിക്കൽ ഷോപ്പുമൊക്കെയായി വലിയ ബഹളങ്ങളില്ലാതെ ജീവിതം നയിച്ചു വരികയായിരുന്നു ചാർലി. എന്നാലിപ്പോൾ താനും കൂടി ചേർന്ന് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തിട്ട് ആ കൊല നടന്നോ ഇല്ലയോ എന്നറിയാനായി കാത്തിരിക്കുകയാണെന്ന ഓർമ്മയിൽ ചാർലിയുടെ മനസ്സിടിഞ്ഞു പോയി. ഒരു കൊട്ടേഷൻ കൊലപാതകിയെ പോലെ താൻ തരം താണു പോയതായി അയാൾക്ക് തോന്നി. വാസ്തവത്തിൽ ഇത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് അയാൾ വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചു. തൻ്റെ മകളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എന്ന ഉത്തരം തൃപ്തികരമാകുന്നില്ല. അപമാനിക്കപ്പെട്ടില്ല എന്ന് തൻ്റെ മകൾ തന്നെ പറഞ്ഞു. അപമാനിച്ചില്ല എന്ന് ശൗര്യയും പറഞ്ഞു. പിന്നെയുള്ള ഒരഭിമാനക്ഷതം ശൗര്യ തൻ്റെ മകളെ കല്യാണം കഴിക്കുമെന്ന് വീരവാദം മുഴക്കിയതാണ്. അങ്ങനെ ആർക്കും പറയാൻ കഴിയും. പറഞ്ഞു എന്ന് വെച്ച് കല്യാണം നടക്കണമെന്നില്ല. നടത്തണമെങ്കിൽ പെണ്ണിൻ്റെയും കുടുംബത്തിൻ്റെയും സമ്മതം കൂടിയേ തീരൂ. വാസ്തവത്തിൽ വേണ്ടാത്ത ഒരു സംഗതിക്കാണ് താൻ ഇറങ്ങി പുറപ്പെട്ടതെന്ന് അയാൾ മനസ്താപപ്പെട്ടു. കൊലപാതകം നടന്നാൽ താനും കൊലപാതകിയായി തീരും. കൊല്ലുന്നത് വെട്ടിയോ കുത്തിയോ ആയിരിക്കും. ശൗര്യയുടെ ചോര വീഴും എന്നത് തീർച്ച. കൂടെ വേറെ ആരെങ്കിലും കൊല്ലപ്പെടുമോ എന്നറിയില്ല. കൊല്ലപ്പെട്ടാൽ ആ ചോരയിലും തനിക്ക് പങ്കുണ്ടാകും. ഒരു സംഘടന നടക്കുമ്പോൾ ആയുധങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് കൃത്യമായ അച്ചടക്കത്തോടെയും മുൻധാരണയനുസരിച്ചും ആയിരിക്കണമെന്നില്ല. അത് കൈമേയും മറന്നുള്ള പോരാട്ടമാണ്. രക്തച്ചൊരിച്ചിലാണ് നടക്കുന്നത്. ഇരുവശത്തും ആളുകൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കൊലപാതകത്തിനും ഗൂഢാലോചനയ്ക്കും ഉത്തരവാദിയായി അറക്കൽ ചാർലി സേവ്യർ ജയിലിൽ കിടക്കുന്ന ചിത്രം ചാർലി തന്നെ ഒന്ന് സങ്കല്പിച്ചു നോക്കി. എന്ത് ഭീകരം! മാതൃകാ അധ്യാപകനുള്ള അവാർഡ് വാങ്ങിയ ഹെഡ് മാസ്റ്റർ സേവ്യറിൻ്റെ മകൻ കൊലയാളി, ജയിൽ പുള്ളി. ഒന്നും വേണ്ടായിരുന്നെന്ന് ചാർലിക്ക് തോന്നി. ഇവിടെ സംസാരിക്കപ്പെട്ട വാക്കുകളെല്ലാം ചോര മണക്കുന്നതാണ്. ചിലരെയൊക്കെ കാരക്കാട്ടുകാർ കൊന്ന കഥകൾ സൈമൺ തരകൻ വലിയ വീരചരിതം പോലെ പറയുന്നുണ്ടായിരുന്നു. കടലിലെ കൊലയ്ക്ക് തെളിവുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. ആൻഡപ്പൻ പീറ്ററും കൊലയെക്കുറിച്ചാണ് പറയുന്നത്. ശൗര്യക്കുട്ടിയെ മാത്രമല്ല, ഡെന്നിച്ചനെയും കൊല്ലണം. അനേകായിരം മൃഗങ്ങളെ കൊല ചെയ്തിട്ടുള്ള ആൻഡപ്പന് കൊലപാതകം ഒരു ഹരം പോലെയാണെന്ന് ചാർലിക്ക് തോന്നി. കയ്യിൽ ചോര പുരണ്ട അറപ്പ് തീർന്നവനാണ്. ഇപ്പോൾ അവനെ തട്ടിക്കാണും. ആൻഡപ്പൻ പറയുന്നത് ചാർലി കേട്ടു. കൂട്ടയടി നടക്കുന്നതിനിടയ്ക്ക് ഒരുത്തൻ അവൻ്റെ ചങ്കിലോട്ട് കത്തിക്കയറ്റിയാൽ ആരറിയാനാ? ആരാണെന്ന് വെച്ചാ പിടിച്ചൊരു തള്ളും കൂടി തള്ളിയ കടലിലോട്ട് വീണ് കല്ലുപോലെ താണു പോകും. മൂന്നാം പക്കം ശവം കരയ്ക്കടിഞ്ഞാലായി, ഇല്ലെങ്കിലായി. അവനു വേണ്ടി കേസ് പറയാനും അവൻ്റെ പുറകെ നടക്കാനും ആരാ ഉള്ളത്? അവൻ്റെ തള്ള മാത്രം കാണും. ആരാ കൊന്നതെന്ന് ഒരിക്കലും ഒരു തെളിവും കിട്ടത്തില്ല. ആൻഡപ്പനും സൈമൺ തരകനും ഇടയ്ക്കിടയ്ക്ക് സ്കോച്ച് വിസ്കി ഓരോ അളവ് ഒഴിച്ചു കുടിക്കുന്നുണ്ട്. ചാർലി വല്ലപ്പോഴും മദ്യപിക്കുമെങ്കിലും ഇന്ന് മദ്യപാനം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. കൊലപാതകമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ സുബോധം കൂടി ഇല്ലെങ്കിലുള്ള അവസ്ഥ ചിന്തിക്കാൻ കൂടി വയ്യ. വീട്ടിൽ നിന്ന് ഇതിനകം പല കോളുകൾ വന്നു. ഭാര്യ റോസ്മേരി വിളിച്ചു. മകൻ സച്ചിൻ സേവ്യർ വിളിച്ചു. സോണിയ റോസും വിളിച്ചു. പപ്പ ഇപ്പോൾ എവിടെയാ? ഞാൻ കാരക്കാട്ട് ബംഗ്ലാവിലുണ്ട് മോളെ. എന്താ ഇതുവരെ പോരാത്തത്? ഇപ്പം വരും മോളെ. പപ്പ കള്ളുകുടിയാണോ? അല്ല, ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. പിന്നെന്താ വരാത്തെ? നേരം പാതിരായായല്ലോ പപ്പ. മമ്മിക്ക് ഭയങ്കര ടെൻഷൻ. നീ സമാധാനിപ്പിക്ക്. അവിടെ എന്താ വലിയ ഗൂഢാലോചനയാണോ? ചാർലി ഞെട്ടി. എന്ത് ഗൂഢാലോചന? ശൗര്യയെ നശിപ്പിക്കാൻ. നീ ഫോൺ വെച്ചിട്ട് പോയി കിടന്ന് അങ്ങ് വേണ്ടാതീനം പറയാതെ. പപ്പ ഒന്നിനും പോകണ്ട കേട്ടോ. ഇല്ലടി മോളെ, നീ വെച്ചോ. ചാർലി കോൾ കട്ട് ചെയ്തു. അവന്മാരെന്താ വിളിക്കാതെ? സൈമൺ തരകൻ സ്കോച്ച് വിസ്കി ഒരളവ് കൂടി ഒഴിച്ചു. വല്ല കുഴപ്പവും പറ്റിയോ? ചാർലി ചോദിച്ചു. എന്ത് കുഴപ്പം പറ്റാൻ? ഒന്നുമില്ലടോ. അവന്മാർ ചുമ്മാ കൂളായിട്ട് അവൻ്റെ പണി തീർത്തിട്ട് വരും. ഇവരുടെ ലെവലും തൻ്റെ ലെവലും തമ്മിൽ കൂട്ടിക്കലർത്താവുന്നതല്ല എന്ന് ചാർലിക്ക് ബോധ്യമായി കഴിഞ്ഞു. സൈമണിൻ്റെയും ആൻഡപ്പൻ്റെയും നാവിൽ നിന്ന് ഇടയ്ക്ക് തെറിപ്പദങ്ങളൊക്കെ വീഴുന്നുണ്ട്. മദ്യപിക്കുന്നതിന് മുമ്പത്തെ സൈമണും ആൻഡപ്പനുമല്ല മദ്യപിച്ച് കഴിഞ്ഞ ശേഷം. തൻ്റെ മകളും സൈമണിൻ്റെ മകനും തമ്മിൽ പ്രേമമല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കൂട്ടുകമ്പനി പോലും ഉണ്ടാകുമായിരുന്നില്ലെന്ന് ചാർലി ഓർത്തു. ഈ സൈമണിൻ്റെ വീട്ടിലേക്കല്ലേ തൻ്റെ മോളെ അയക്കേണ്ടത്? ഡാൻഡസ്. പക്ഷെ സൈമണിനെ പോലെയല്ല.
അവൻ അന്തസ്സും അഭിമാനവും ഉള്ളവനാണ്. സൈമൺ തരകനെ പോലെ മുരട്ട് സ്വഭാവക്കാരനല്ല. സൗമ്യനും ദയാശീലനുമാണ്. സർവോപരി കലാകാരനുമാണ്. ഞാൻ വീട്ടിലോട്ട് പോയാലോന്ന് ആലോചിക്കുക. ഭാര്യയ്ക്കും മകൾക്കുമൊക്കെ സംശയവും പേടിയും. ചാർലി സൈമണോട് പറഞ്ഞു. അതൊന്നും നമ്മൾ വില വെക്കരുത്. ഇയാൾ ഇവിടെ ഇരിയടോ, സൈമൺ ശാസന സ്വരത്തിൽ പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ സൈമൺ തരകൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. സൈമൺ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ, ഡാൻഡസിൻ്റെ പപ്പയല്ലേ? അതെ, ആരാ? ഞാൻ സോണിയയാണ്. ഞങ്ങളുടെ പപ്പ അവിടെ എന്ത് ചെയ്യുക? കുറേ നേരമായിട്ട് വിളിക്കുന്നു, പക്ഷേ പപ്പ വരുന്നില്ല. അവിടെ എന്തെങ്കിലും ആഘോഷമാണോ? മോളെ, ഇന്ന് ചെല്ലിക്കടപ്പുറത്തെ ശൗര്യയുടെ കുടലുമാല കടൽ മീനുകൾ തിന്നുന്ന ദിവസം. അവനെ കടലിൽ താഴ്ത്തിയെന്ന് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പപ്പ. അവനെ തട്ടാൻ നമ്മുടെ ആള് പോയിട്ടുണ്ട്. മറുവശത്ത് നിശബ്ദത. മോള് വിഷമിക്കല്ല്. മോളെ കൊണ്ടുപോയി തുമ്പോളി കടപ്പുറത്തിട്ട് അപമാനിച്ചവനല്ലേ? ഇന്ന് രാത്രി അവൻ്റെ കഥ കഴിയും. അത് തീർന്ന ഉടനെ മോടെ പപ്പ അങ്ങോട്ട് വന്നോളും കേട്ടോ. അത്രയും പറഞ്ഞ് സൈമൺ തരകൻ കോൾ കട്ട് ചെയ്തു. അയാൾ പറഞ്ഞത് കേട്ട് വിറങ്ങലിച്ചിരുന്ന ചാർലിയോട് ഇത്രയും കൂടി പറഞ്ഞു. ഉള്ള കാര്യം തുറന്നങ്ങ് പറഞ്ഞ പിള്ളേര് മനസ്സമാധാനത്തിൽ കിടന്നിറങ്ങിക്കോളുമല്ലോ. എന്തിനാ ഒളിച്ചു വെക്കണത്? പറഞ്ഞു തീരുമ്പോഴേക്കും സൈമൺ തരകൻ്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു. സൈമൺ അറ്റൻഡ് ചെയ്തു. ഏലിയാസ് ആയിരുന്നു മറുവശത്ത്. അയ്യോ മുതലാളി, എല്ലാം പോയി. അവനെ കൊല്ലാൻ പറ്റിയില്ല. നമ്മുടെ വള്ളങ്ങളും എഞ്ചിനും എല്ലാം പോയി. എന്തുവാടാ ഈ പറയുന്നേ? അവൻ എവിടാ? എന്നാ പറ്റി? അവനെ തട്ടാൻ നിങ്ങൾ ഇത്രയും പേർക്ക് പറ്റിയില്ലേ? മറുവശത്ത് കിരികിരിപ്പ്, തൊണ്ട ചിനക്കൽ. പോരടോ മരത്തലയാ, ശൗരീനെ കൊല്ലാനുള്ളവർ ജനിച്ചിട്ടില്ല. അങ്ങനെയൊരുത്തനെ താൻ തന്നെ ജനിപ്പിക്ക്. ഇനി സമയമുണ്ട്. താനൊന്ന് ശ്രമിച്ചു നോക്ക്. നായിൻ്റെ മോനെ, നീ മിണ്ടല്ല്. സൈമൺ തരകൻ പല്ല് കിടിച്ചു കീറി. ഞാൻ നായിൻ്റെ മോനാണെങ്കിൽ താൻ ആരാടോ? വെറും നായ. കാരക്കാട് ബംഗ്ലാവിൽ നിന്നിറങ്ങി കടപ്പുറത്തോടെ മണത്ത് നടക്കണ തെരുവ് നായ. സൈമൺ തരകൻ്റെ മൂക്കിൻ്റെ തുമ്പി വിറകൊണ്ടു. ഒരുത്തനെ കൊല്ലാൻ 6 വള്ളവും 40 ചില്ലോനം ആളും എല്ലാത്തിനും കൂടെ കെട്ടി വലിച്ച് ഞാൻ കൊണ്ടുവരണുണ്ടടാ തൻ്റെ മുന്നിലോട്ട്. ബാക്കി നേരം വെളുത്തിട്ട്. കോൾ കട്ടായി. ചാർലി സേവ്യർ വിളറി വെളുത്ത് പകച്ച് സൈമൺ തരകനെ നോക്കി. സൈമൺ തരകൻ ഗ്ലാസ്സിലിരുന്ന മദ്യമെടുത്ത് ഒറ്റ വലിക്ക് വിഴുങ്ങി. ചെല്ലിക്കടപ്പുറത്ത് പോലീസ് കാത്തു നിൽപ്പുണ്ട്. ആർത്തുങ്കൽ സ്റ്റേഷനിലെ ജീപ്പുണ്ട്. SI ജോൺസൺ ഉണ്ട്. CI എബ്രാഹിം മാത്യുവും പോലീസുകാരും കൂടി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. കടപ്പുറത്തെല്ലാം വാർത്ത വ്യാപിച്ചു കഴിഞ്ഞു. തീരക്കടലിൽ ബോട്ടും വള്ളങ്ങളും ഒന്നു ചേർന്ന് വരുന്ന കാഴ്ച കണ്ടപ്പോൾ മുതൽ ചെല്ലിക്കടപ്പുറത്ത് ആൾക്കൂട്ടമാണ്. അല്പസമയത്തിനുള്ളിൽ മാരാരിക്കുളം പോലീസും എത്തിച്ചേർന്നു. 2 or 3 വള്ളങ്ങൾ അകമ്പടി സേവിക്കാനായി കടലിലേക്ക് പോയി കഴിഞ്ഞു. ശൗര്യക്കുട്ടി തന്നെ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ കെട്ടിവലിച്ചാണ് കുഞ്ഞനയെ കൊണ്ടുവരുന്നത്. കുഞ്ഞനയിലെ പണിക്കാരെല്ലാം ബോട്ടിലുണ്ട്. കൂടാതെ ശൗര്യക്കുട്ടിയെ സഹായിക്കാൻ വന്ന വള്ളത്തിലെ ചിലരുമുണ്ട്. ഭൂരിപക്ഷം ആളുകളെയും ശൗര്യക്കുട്ടി വള്ളത്തിൽ മടക്കി അയച്ചിരുന്നു. സൈമൺ തരകൻ ആക്രമണ സജ്ജമാക്കി അയച്ച 6 വള്ളങ്ങളിൽ 2 മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അത് കെട്ടിവലിച്ച് കൊണ്ടുവരികയാണ്. ബാക്കി 4 കടലിൽ വെച്ച് തന്നെ കത്തി നശിച്ചു. കടപ്പുറത്ത് നിരന്ന് ആളുകൾ കാത്തു നിൽക്കുന്നത് അകലെ നിന്നേ ശൗര്യ കണ്ടു. വള്ളങ്ങൾ കരയ്ക്കെടുത്തു. ബോട്ടുകൾ 50 വാര അകലെ നങ്കൂരമിട്ടു. പോലീസ് ശൗര്യക്കുട്ടി ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി കാത്തുനിന്നു. അടുത്ത ഭാഗം നാളെ.